ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ആദ്യ നടപടി കൃഷിവകുപ്പിലെ മണ്ണ് സംരക്ഷണ വിഭാഗത്തിലുള്ള 6 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. കൈപ്പറ്റിയ പണം തിരികെ അടയ്ക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രജിത് മോഹനൻ വിവരങ്ങൾ നൽകുന്നു. പ്രജിത്ത്, എന്താണ് നടപടി? ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആദ്യ പ്രധാനപ്പെട്ട നടപടി, പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ ഈ അർഹതയില്ലാതെ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിയതിൽ ആദ്യത്തെ നടപടി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാവുന്നതാണ്. കൃഷി വകുപ്പിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കൃഷി വകുപ്പിലെ 6 ഉദ്യോഗസ്ഥർക്ക് ജീവനക്കാർക്ക് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നു. അതിൽ പാർട്ട് ടൈം സ്വീപ്പർമാർ മുതൽ വർക്ക് ഓഫീസർമാർ വരെയുള്ള 6 പേർക്കാണ് നിയമനം ഈ പറയുന്ന രീതിയിൽ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ഇതിൽ 5 പേരും സ്ത്രീകളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കൃഷി വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി സ്വീകരിച്ചതെന്നുള്ളതാണ് കൃഷിവകുപ്പ് വൃത്തങ്ങൾ ലഭ്യമാക്കുന്ന വിവരം. ഈ കൈപ്പറ്റിയ പണം അത് നേരത്തെ സർക്കാർ ഉത്തരവ് പോലെയുള്ള 18% പിഴപ്പലിശയോടുകൂടി തിരിച്ചടയ്ക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നടപടി നേരിട്ടവർക്ക് ഈ പാർട്ട് ടൈം സ്വീപ്പർ മുതൽ വർക്ക് ഓഫീസർമാർ വരെയുള്ളവരാണ്. അവർ എന്തായാലും ഈ മണ്ണ് സംരക്ഷണ വകുപ്പിൽ, കൃഷി വകുപ്പിനുള്ള മണ്ണ് സംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതും ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ഈ സർക്കാർ ഉദ്യോഗസ്ഥരടക്കം 1458 സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഈ രീതിയിൽ ക്ഷേമ പെൻഷൻ കൈക്കലാക്കിയതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ നടപടി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇപ്പോൾ മറ്റ് വകുപ്പുകളിലും ഈ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടിയുണ്ട്. പക്ഷേ വളരെ കുറച്ച് ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഈ 1458 ഉദ്യോഗസ്ഥർക്കെതിരെയും സമാനമായ രീതിയിൽ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ബാക്കിയാകുന്ന പ്രധാനപ്പെട്ട ചോദ്യം. വീണ. ഓക്കെ, ശരി പ്രജിത്ത്.